ഹായ് ഗൈസ്, അസ്സലാമു അലൈക്കും. എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. രാവിലെ തന്നെ എണീറ്റ് ചായക്ക് വെള്ളം വെച്ചു. ഒരടുപ്പത്ത് കാടമുട്ട പുഴുങ്ങാനും വെച്ചിരുന്നു കേട്ടോ. ഇന്ന് കാടമുട്ട ഫ്രൈയും ദോശയും മതിയെന്ന് ഇന്നലെ രാത്രി മക്കൾ പറഞ്ഞിരുന്നു. അങ്ങനെ ഇന്ന് സ്കൂളൊന്നും ഇല്ലാഞ്ഞപ്പം നീക്കാൻ കുറച്ച് നേരം വൈകി. ഒരു 5:15 ആയപ്പോഴാണ് നീറ്റത്. മദ്രസ ഉണ്ട്. അപ്പോൾ മോനെ ഉണർത്തിയാണ്ട് ഓനെ കുളിക്കാനും വേണ്ടി കുളിമുറി കയറ്റി. പിന്നെ ഓന് കുളിയൊക്കെ കഴിഞ്ഞിറങ്ങി നിസ്കാരമൊക്കെ കഴിഞ്ഞ് ചായ അടിച്ചോ മദ്രസ പോവും. എനിക്ക് ദോശ ഒന്നും വേണ്ട, എന്തെങ്കിലും ബേക്കറി കടിയും കൂട്ടി ചായയും കുടിച്ചോ മദ്രസ പോവും. അപ്പം ഇനി ദോശ ഉണ്ടാക്കാനുള്ള പരിപാടി തുടങ്ങട്ടോ. ഞാനിവിടെ ദോശ ഉണ്ടാക്കൽ അരി കഴുകി ഉണക്കിയ പൊടി കൊണ്ടാണ് ഞാനിവിടെ ദോശ, പുട്ട്, നൂൽപുട്ട്, ഓട്ടട അങ്ങനത്തെ സാധനങ്ങളൊക്കെ ആ പച്ചരി ഉണക്കി പൊടിച്ച പൊടി കൊണ്ട് തന്നെയാണ് ഇട്ടുണ്ടാക്കുക. അപ്പോൾ നമുക്ക് ഈ ജാർക്ക് ഒരു ഗ്ലാസ് പച്ചരിൻ്റെ പൊടി ഇട്ടെടുക്കാം. ഇനി അതിലേക്കൊരു ഇത്തിരി ഉപ്പിട്ട് കൊടുക്കുക. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ച് കൊടുക്കുക. എന്നിട്ടൊരു സ്പൂൺ വെച്ചിട്ട് നല്ലോണം ഇളക്കി കൊടുക്കണം കേട്ടോ. ഇനി ഒന്ന് കറക്കിയെടുത്തിട്ട് വരാം. ഇനി നമുക്ക് കറക്കിയെടുത്തപ്പോൾ ഇങ്ങനെ കിട്ടി. ഈ പാത്രത്തിൽ ഒഴിച്ച് കൊടുക്കുക. ഇത് കുറച്ച് കട്ടി കൂടുതലാവും. അപ്പോൾ പാകത്തിന് വെള്ളം ഒഴിച്ചാണ്ട് റെഡിയാക്കട്ടോ. ഞാനൊരു ഇത്തിരി വെള്ളം ഒഴിച്ചപ്പം ഇങ്ങനെയാണ് കിട്ടിയത്. ഈ ഒരു ഇതിലാണ് കേട്ടോ വേണ്ടത്. ദോശ അടുപ്പുമ്മൽ വെച്ചുണ്ടാക്കാമെന്നാണ് വിചാരിക്കണത്. അപ്പോൾ നമുക്ക് വെണ്ണീർ വാരാം. പിന്നെ ദോശച്ചട്ടി ചൂടാവാൻ വേണ്ടി അടുപ്പത്ത് വെച്ചുകൊണ്ട് ഞാനിതാ കാൽ ചായ കുടിക്കാനും വേണ്ടി ഇരുന്നു കേട്ടോ. ഇത് കിട്ടിയിട്ടില്ലെങ്കിൽ പള്ളേൻ്റെ ഉള്ളിൽ നിന്ന് ഭയങ്കര ഒരു സുഖം കിട്ടൂല. അപ്പോൾ ഇത് രാവിലെ തന്നെ കുടിച്ചാൽ ഒരു സമാധാനം. അങ്ങനെ ആ ആൾ മദ്രസ പോയി. ഇനി അടുത്ത ആളുണർത്താണ്ട്. അസമോൾ നീക്ക് 6:10 നീറ്റ. അങ്ങനെ ആ ആളും കുളിമുറിക്ക് കയറ്റി. ഇനി ഓളെ കുളിയും നിസ്കാരമൊക്കെ കഴിഞ്ഞ് ആദ്യം നിസ്കരിക്കും, അല്ലെങ്കിൽ പിന്നെ കളാവും. അപ്പം തന്നെ 6:08 അപ്പോൾ ഇതിന് നമ്മളെ ദോശക്കല്ലൊക്കെ ചൂടായി വന്നിരിക്കണം കേട്ടോ. ഇനി നമുക്ക് ദോശ ചുടാൻ തുടങ്ങാം. മോള് മദ്രസ പോകുമ്പോൾ ദോശയും ചായയും കുടിച്ചിട്ടാണ് പോവുക. മോൻക്ക് പിന്നെ വേണമെന്നുമില്ല വേണ്ടാന്നുമില്ല. അവനക്ക് രാവിലെ ചായ കുടിക്കാൻ കഴിയൂല. അങ്ങനെയൊക്കെ. അങ്ങനെ ഇതാ മോള് ദോശയും ചായയും കുടിക്കാൻ റെഡിയായി വന്നിട്ട് ആ കുളിയൊക്കെ കഴിഞ്ഞ് ഒക്കെ റെഡിയായി ഓള് വന്ന് ചായ കുടിക്കണം. അപ്പോഴത്തേനും ഞാൻ ഇവിടെ ഉച്ചക്കൊക്കെയുള്ള ഉപ്പേരിക്കുള്ളത് അരിഞ്ഞ് വെക്കുന്നുണ്ട്. ഇവിടെ ചോറിനുള്ള വെള്ളം റെഡിയാവുന്നുണ്ട്. അങ്ങനെ ഓരോന്നോരോന്ന് കഴിഞ്ഞ് കൊണ്ടിരിക്കണം. പിന്നെ വാഷ് ചെയ്യാനുള്ള ഡ്രസ്സൊക്കെ എടുത്ത് മെഷീനിൽ കൊണ്ടുപോയിടാനും വേണ്ടി പോവാണ്. അത് കഴിഞ്ഞിട്ട് ഇവിടെയൊക്കെ ഒന്ന് അടിച്ചേരിട്ട് ക്ലീനാക്കി ഇടണം. പിന്നെയാണ് മുറ്റടിക്കാൻ ഇറങ്ങുക. അപ്പോഴത്തേനും ചോറ് റെഡിയാവും കേട്ടോ. അപ്പം അങ്ങനെയൊക്കെയാണ്. മുറ്റടിക്കൽ ചിലപ്പോൾ വേഗം കഴിയും. അധികം ചണ്ടികളൊന്നും കാണുന്നില്ല. അപ്പം റൂമുകളും ഒക്കെ ക്ലീനാക്കണ മുമ്പ് മുറ്റടിക്കലേ, അതാവും നല്ലതെന്ന് തോന്നുക. പിന്നെ ഇവിടെ ഇപ്പം കുറേ കൃഷികളൊക്കെ ഉണ്ട് കേട്ടോ.
വാഴ, പൂള, പിന്നെ പച്ചമുളക്, വെണ്ട, അങ്ങനെ പല കൃഷികളും ഇവിടെ ഉണ്ട്. ഇത് പൂള, ഒക്കെ വാഴ. അതിൻ്റെ ഉള്ളിൽ ചേന, ചേമ്പ്, മഞ്ഞൾ, ഇഞ്ചി, കൂവ, അങ്ങനെ കുറേ സാധനങ്ങളുണ്ട് കേട്ടോ. മാഷാ അല്ലാഹ്. രണ്ടാൾ മദ്രസ പോയി, ഒരാൾ മദ്രസ വിട്ട് വരാനായി, ഒരാൾ കിടന്നുറങ്ങണേ. ഇന്ന് സ്കൂളില്ല, ഇന്ന് ശനിയാഴ്ച അല്ലേ. ഇന്നാണ് ഇലക്ഷൻ്റെ റിസൾട്ട് അറിയണ ദിവസം. എന്തൊക്കെയാവാം ഒക്കെ നമുക്ക് കണ്ടറിയാം. അപ്പോൾ ഇത്രയ്ക്കുള്ളൂ ഇന്നത്തെ വീഡിയോ. എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം ഇൻഷാ അല്ലാഹ്. അസ്സലാമു അലൈക്കും.